ഈ വിഷയത്തിലൊക്കെ ഇപ്പം എന്താ നിലപാട്? സുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞത് എന്താ മറുപടി അറിയാത്തത്? സുരേഷ് ഗോപി എല്ലാ ദിവസവും വന്നിട്ട് അവിടെ കുരിശ് കളിക്കണം. അത് തൃശ്ശൂർ പിന്നെ സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് അയാൾ എല്ലാ ദിവസവും പോയിട്ട് മണിമുറ്റത്തവണിപ്പം ഡാൻസ് കളിക്കണം. അല്ല, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലായാലും ഈ മൗനം, സുരേഷ് ഗോപിയുടെ മൗനം, അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവുമെന്നാണ് പറയുന്നത്. എന്ത് തിരിച്ചടി? തിരഞ്ഞെടുപ്പ് ഇതൊന്നും മൗനമൊന്നല്ലേ. അങ്ങനെയാണ് പിണറായി വിജയൻ പണ്ടേ തോറ്റു കൊണ്ടതല്ലായിരുന്നു. ആർക്കും പിണറായി വിജയൻ ഇഷ്ടമുണ്ടായിരുന്നു. ഇലക്ഷന് വേറൊരു മൂഡാണ് വരിക. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി ഇതൊന്നും നോക്കിയിട്ടല്ല ഇവർ വോട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ട് വരുന്നതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ഒരു മേധാവിത്വം കേരള സൊസൈറ്റി കൂടുന്നു എന്നുള്ളത് പേടിയുണ്ട് ഇവർക്ക്. എന്നിവർ എല്ലാ ക്രിസ്ത്യാനികളല്ല മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ക്രിസ്ത്യാനികൾക്ക്. അതുകൊണ്ടാണ് അവർ ഉമ്മൻചാണ്ടി സാറിനെതിരെ വോട്ട് ചെയ്തത്. ഫസ്റ്റ് പിണറായി ഗവൺമെൻറ്റിന് ക്രിസ്ത്യൻ നന്നായി കിട്ടി. അതിന് കാരണം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കൂടുന്നു. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്താണെങ്കിലും പിണറായി ആണെങ്കിലും മുസ്ലിം വിരുദ്ധനൊന്നല്ല, അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം എന്താ BJP മുസ്ലിം വിരുദ്ധമെന്ന് ചോദിച്ചാൽ BJP കൂടിയിരിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് അവർ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ കന്യാസ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെയുള്ള പല പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയാണ് ഓർത്തഡോക്സ്, ഇവരൊന്നും കൺവേർഷനെതിരാണ് ബേസിക്കലി. അല്ലെ, എസ്പെഷ്യലി സീറോ മലബാർ സഭ കൺവേർഷനെതിരാണ്. അപ്പം കൺവേർഷൻ നടത്തുന്ന പ്രധാനമായിട്ട് ഈ ന്യൂ ജനറേഷൻ സഭകളാണ്. എന്നാൽ ഉത്തരേന്ത്യയിലെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഇവിടെ കൺവേർഷൻ വേണ്ടെന്ന് പറയുന്നതിന് ചില അവിടെയൊക്കെ സഭകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വേഗം. അപ്പം ബേസിക്കലി ഇവർ നോക്കുന്ന സമയത്ത് കൺവേർഷൻ നടത്തുന്നത് ശരിയാണെന്നുള്ളത്. അവരുടെ മതമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൺവേർഷൻ നടത്തുന്നത് അവരുടെ മതത്തിൻ്റെ ഭാഗമായിരിക്കും. ഇതൊരു സെക്യുലർ സൊസൈറ്റിയാണ്. നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ സെക്യുലർ സൊസൈറ്റിയുടെ ഫാബ്രിക്കിനെ ഇല്ലാതാക്കും.